ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ബൈറ്റ് ആൻഡ് ബെറ്റർ. ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന 4 വേർഡ്സിനെ കുറിച്ചാണ്. ദിസ്, ദാറ്റ്, ദീസ്, ദോസ്. കേൾക്കുമ്പോൾ തന്നെ വളരെ ഈസിയാണല്ലേ? എന്നാൽ ചിലർക്കെങ്കിലും ഇടയ്ക്ക് ഈ വേർഡ്സുകൾ തമ്മിൽ മാറിപ്പോകാറുണ്ട്. ഇനി മാറിപ്പോകാതിരിക്കാൻ ഇതെങ്ങനെ ഓർക്കാമെന്ന് നമുക്ക് പഠിക്കാം. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാം. ദിസ്, ദാറ്റ്, ദീസ്, ദോസ്. ഇംഗ്ലീഷിൽ ഈ വേർഡ്സിനെ ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺസ് എന്നാണ് പറയുന്നത്. ഇതിൻ്റെ യൂസസും വളരെ സിമ്പിളാണ്. നമ്മൾ സാധാരണ സംസാരിക്കുമ്പോൾ ഒരു വ്യക്തിനെയോ ഒരു സാധനത്തിനെയോ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാറുണ്ട്. അത്തരം സന്ദർഭങ്ങളിലാണ് ഈ ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺസ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് വ്യക്തികളെയോ സാധനങ്ങളെയോ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയാനാണ് സാധാരണ നമ്മൾ ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺസ് യൂസ് ചെയ്യുന്നത്. നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ആളെയോ സാധനത്തിനെയോ പോയിൻ്റ് ചെയ്ത് കാണിക്കാനാണ് നമ്മൾ ദിസ് അല്ലെങ്കിൽ ദീസ് യൂസ് ചെയ്യുന്നത്. ദിസ് ഇസ് എ ടേബിൾ. ഇതൊരു ടേബിളാണ്. ദിസ് ഇസ് മൈ ഫ്രണ്ട് രാഹുൽ. ഇത് എൻ്റെ ഫ്രണ്ട് രാഹുലാണ്. അപ്പോൾ ഈ 2 സെൻറ്റൻസിലും നമ്മൾ ദിസ് ആണ് യൂസ് ചെയ്തത്. നമ്മുടെ തൊട്ടടുത്തുള്ളൊരു വസ്തുവോ അല്ലെങ്കിൽ ഒരു വ്യക്തിനെ കാണിക്കാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്തത്? ദിസ് യൂസ് ചെയ്തത്. എന്നാൽ നമ്മൾ പറയുന്ന സമയത്ത് ഒന്നിൽ കൂടുതൽ വ്യക്തികളോ സാധനമോ ഉണ്ടെന്ന് കരുതാം. അവിടെ ദിസിന് പകരം നമ്മൾ ദീസ് എന്ന വേർഡാണ് യൂസ് ചെയ്യുന്നത്. ദീസ് ആർ ആപ്പിൾസ്. ഇതെല്ലാം ആപ്പിൾ ആണ്. ദീസ് ആർ ആർ ഫ്രണ്ട്സ്. ഇവർ ഞങ്ങളുടെ ഫ്രണ്ട്സാണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ദിസ് ആൻഡ് ദീസ് നമ്മൾ തൊട്ടടുത്തുള്ള വസ്തുവിനെ കാണിക്കാനാണ് ഉപയോഗിക്കുന്നത്. പക്ഷേ സിംഗുലറിൻ്റെ കൂടെ ദിസും പ്ലൂറലിൻ്റെ കൂടെ ദീസുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇനി കുറച്ച് ദൂരെയുള്ള വ്യക്തികളെയോ സാധനങ്ങളെയോ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പറയുന്നതെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ദാറ്റ് അല്ലെങ്കിൽ ദോസ് എന്നാണ്. ദൂരെയുള്ള വസ്തുക്കളോ വ്യക്തികളെയോ ചൂണ്ടിക്കാണിച്ചാണ് സംസാരിക്കുന്നതെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ദാറ്റ് അല്ലെങ്കിൽ ദോസ് ആണ്. ദാറ്റ് ഈസ് മൈ ഹൗസ്. അത് എൻ്റെ വീടാണ്. ദാറ്റ് ഈസ് എ ഡാം. അതൊരു ഡാം ആണ്. ദോസ് ആർ വെരി എക്സ്പെൻസീവ് കാർസ്. അതെല്ലാം വളരെ വില കൂടിയ കാറുകളാണ്. ദോസ് ആർ ബ്യൂട്ടിഫുൾ ഫ്ലവേഴ്സ്. അതെല്ലാം ഭംഗിയുള്ള പൂക്കളാണ്. അപ്പോൾ ഇവിടെ ദാറ്റും ദോസും യൂസ് ചെയ്തിരിക്കുന്നത് കുറച്ച് അകലെയുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ വ്യക്തികളെ കാണിക്കാനാണ്. ഇവിടെയും നമ്മൾ ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സാധനത്തിൻ്റെ മുന്നിൽ ദാറ്റാണ് യൂസ് ചെയ്തത്. ഒന്നിൽ കൂടുതലുള്ള വ്യക്തികളോ സാധനങ്ങളുടെ മുൻപിൽ ദോസാണ് യൂസ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഡെമോൺസ്ട്രേറ്റീവ് പ്രൊനൗൺസ് ആയ ദിസ്, ദീസ്, ദാറ്റ്, ദോസിനെ കുറിച്ചായിരുന്നു. വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ്, പക്ഷേ ഇടയ്ക്കെങ്കിലും നമ്മളെ കൺഫ്യൂസ് ആക്കും. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ദൂരെയാണെങ്കിൽ ദാറ്റും ദോസും, അടുത്താണെങ്കിൽ ദിസും ദീസും. അതുമാത്രം ശ്രദ്ധിച്ചാൽ പോരാ. സിംഗുലർ നൗണിൻ്റെ കൂടെ ദിസും ദാറ്റും, പ്ലൂറൽ നൗണിൻ്റെ കൂടെ ദീസും ദോസുമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.